ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഞാൻ തംബ്നെയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈവ് വീഡിയോസൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് എടുക്കുന്നത്. കാരണം ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ലൈവ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു 10 ലൈവ് വീഡിയോസോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ലൈവ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറും. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ 10-30 സബ്സ്ക്രൈബേഴ്സൊക്കെ എന്ന് വെച്ചാൽ തുടക്കക്കാരായിട്ടുള്ള ഒരാൾക്ക് കിട്ടും. അപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. നല്ലപോലെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടല്ലോ, ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടിരുന്നിട്ട് ഷോർട്ടും വീഡിയോസൊക്കെ ഇട്ടിട്ട് കയറാതെ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഒറ്റ നിമിഷം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് കയറുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവേ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ശരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം പറയുന്നത് അതിൻ്റെ ഒരു സൈഡ് മാത്രം കേട്ടോ ഈ സബ്സ്ക്രൈബേഴ്സ് കയറുന്നത്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കയറുന്ന സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും നമുക്ക് യൂസ് ആവില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ അവർ വീണ്ടും കാണണമെന്നൊന്നുമില്ല. കാരണം അവർ ഓൺലി ലൈവ് വീഡിയോസ് മാത്രമായിരിക്കും കേട്ടോ നമ്മുടെ കാണുക. ഇങ്ങനെ നമ്മൾ ലൈവിനകത്ത് വരുമ്പം അവർ പെട്ടെന്ന് വരും, എല്ലാവരും വരും, വന്ന് കാണും, എല്ലാം ചെയ്യും, മെസ്സേജ് എന്ന് വെച്ചാൽ കമൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് ദിവസമൊക്കെ നമുക്ക് തോന്നി. ഞാനിപ്പോൾ ഒരു 10 ലൈവ് വീഡിയോസോളം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു കുറച്ച് ദിവസം എനിക്ക് ആദ്യത്തെ 2-4 ലൈവ് വീഡിയോസ് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്, നമ്മളെ കുറേ പേര് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു ചാനൽ എന്തൊക്കെയോ ഒരു ചേഞ്ച് വന്ന പോലെയൊക്കെ തോന്നും. പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറി, ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോസ് എല്ലാം നല്ലപോലെ കയറുന്നൊക്കെ തോന്നുവേ. പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല. നമുക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു ലൈവ് വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമുള്ളതാട്ടോ. അവർ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ഈ ലൈവ് വീഡിയോസൊക്കെ കാണുക ജെൻസൊക്കെ തന്നെ ആയിരിക്കും, ലേഡീസ് കുറവായിരിക്കുമേ. അപ്പോൾ നമ്മളിപ്പം എന്ന് വെച്ചാൽ ജെൻസിനും കൂടെ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ വല്ല ട്രാവലിംഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസിനും കൂടെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന പോലത്തെ വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമ്മൾ ഗേൾസിന് മാത്രം, അതായത് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന വീഡിയോസാണ്, അതായത് നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അല്ലെ പിന്നെ വല്ല ഫാമിലി കണ്ടൻറ്റൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ വീഡിയോസൊന്നും അങ്ങനെ അധികം ജെൻസ് എന്ന് വെച്ചാൽ ആണുങ്ങളൊന്നും എടുത്ത് കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ ഈ ലൈവ് വീഡിയോസ് കൊണ്ടിട്ട്. അപ്പം പിന്നെ വേറെ എനിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ എൻ്റെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ ചാനൽ പെട്ടെന്നൊന്നും കയറില്ല അല്ലേ. 10 വ്യൂസ്, 20 വ്യൂസ്, 30 വ്യൂസ്, ചിലപ്പം ആ ഒരു 10-20 വ്യൂസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടോ അല്ലെ പിന്നെ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ കാണുന്നത്. അല്ലേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാതെയൊക്കെ ചെയ്യുമ്പം യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് നന്നായിട്ട് കയറി പോകുന്ന വീഡിയോസും ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ചിലവരൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ എന്ത് ചെയ്യും, എന്താ പറയുക, നമ്മുടെ തൊട്ടുള്ളവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കും, അവരിരുന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. തുടക്കത്തിൽ, അതായത് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഞാനൊരു 2020-21 ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ നോക്കിയിട്ട് കുറേ ആയി. അപ്പം ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എനിക്ക് അറിയുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കാര്യമായിട്ട് റീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കേട്ടോ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതും. ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ചാനൽ പതുക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചായി വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഒരു 10-200 പേരെങ്കിലും എൻ്റെ വീഡിയോസ് എന്തായാലും കാണുമായിരുന്നു. പക്ഷെ ഞാൻ ഈ ലൈവ് ഇട്ട് തുടങ്ങിയ സമയത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അതായത് ഒരു 2-3 ദിവസം വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എനിക്ക് എന്താ പറയുക, നമ്മൾ തുടക്കത്തിൽ ഇട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ ലൈവ്. അപ്പോൾ 2-3 ലൈവ് വരെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കയറി പോകുമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസ് കേട്ടോ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം എൻ്റെ എൻ്റെ വ്യൂസും അതുപോലെ വീഡിയോസിനകത്ത് സബ്സ്ക്രൈബേഴ്സ് വരുന്നതൊക്കെ പെട്ടെന്ന് കുറഞ്ഞു കേട്ടോ. എനിക്ക് ഷോർട്സിനകത്ത് പോലും ഇത്രയും സബ്സ്ക്രൈബേഴ്സൊന്നും കിട്ടിയിട്ടില്ല. അപ്പം പെട്ടെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കുറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഇടയിൽ എനിക്ക് എന്തോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ക്ലെയിമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന്. പിന്നെ ഞാൻ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, അത് കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ലൈവൊക്കെ ഇടുന്നത് ഇപ്പം നിർത്തി വെച്ചിരിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു ഈ ലൈവ് വീഡിയോസ് ഇടുമ്പം
എന്ന് വെച്ചാൽ കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറുമല്ലോ. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കയറി വരുമ്പം അവരൊക്കെ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്നില്ല. അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നമ്മൾ എന്താ പറയുക, യൂട്യൂബിന് അവർ നമ്മുടെ വീഡിയോസും കൂടെ വാച്ച് ചെയ്യണം. പക്ഷെ അവരങ്ങനെ ചെയ്യാറില്ലല്ലോ. നമ്മുടെ ആ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ അപ്പോൾ കുറഞ്ഞു പോകും കേട്ടോ. അതായത് യൂട്യൂബ് കാര്യമായിട്ട് നമ്മുടെ വീഡിയോസ് സജസ്റ്റ് ചെയ്യാതാവും. കാരണം നമ്മുടെ വീഡിയോസ് ഓൾറെഡി ഇവർക്കൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇവരാരും കാണുന്നുണ്ടാവില്ല. മനസ്സിലായോ? അവർ നമ്മുടെ ലൈവ് മാത്രമായിരിക്കും കാണുക. അത് മാത്രമല്ല, ചിലപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്റ്റേറ്റിലുള്ളവരൊക്കെ നമ്മുടെ ലൈവിൽ വന്ന് അവർ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ അവരൊന്നും നമ്മുടെ വീഡിയോസ് ഒന്നും എടുത്ത് കാണണമെന്നില്ല. ഞാൻ മെയിനായിട്ട് ഫാമിലി കണ്ടന്റാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ പുറത്തൊക്കെയാണ്, മധ്യപ്രദേശിലൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്വാർട്ടേഴ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പുറത്തൊന്നും പോയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന അത്യാവശ്യം കാര്യങ്ങളും പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഇല്ലല്ലോ. കാരണം എന്താ പറയുക, ജെൻസിനൊന്നും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ഗേൾസിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പിന്നെയും ഇഷ്ടപ്പെടുമായിരിക്കാം. കാരണം ഫാമിലി കണ്ടൻറ്റൊക്കെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കാം. പക്ഷേ എന്താ പറയുക, എൻ്റെ ലൈവ് വീഡിയോസ് ഇങ്ങനെ ഇട്ട് തുടങ്ങിയതിന് ശേഷം ഒരു 4-5 ലൈവ് വീഡിയോ വരെയൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ലൈവ് വീഡിയോ ഇട്ടിട്ട് ലൈവ് വീഡിയോസും അങ്ങനെ കാര്യമായിട്ട് പിന്നീട് കയറി പോകുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ തന്നെ ആയിരിക്കും പിന്നെയും വരിക. അപ്പോൾ അവർ പിന്നെയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരൊക്കെ തന്നെ ആയിരിക്കും വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും പിന്നെ നമ്മളോട് കമൻറ്റ് ചെയ്യുന്നതും എല്ലാം അവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ വലിയൊരു മാറ്റമൊന്നും പിന്നീട് വന്നില്ല. പക്ഷേ എനിക്ക് എന്താ പറയുക, നമുക്ക് ഒരുപാട് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് കാര്യമല്ലോ. നമുക്ക് ജെനുവനായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ആവശ്യം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ ലൈവ് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ 1-2 യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് വാച്ച് ടൈമും അതുപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ ലൈവ് പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെയാട്ടോ ഈ ലൈവ് വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അപ്പം എന്നാൽ പിന്നെ അത് നല്ലതാണെങ്കിൽ ഓക്കെയാന്ന് വിചാരിച്ചത്. ഞാൻ പിന്നെ തുടങ്ങിയപ്പോഴും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ YT സ്റ്റുഡിയോയിൽ പോയി നോക്കിയപ്പം ഈ ലൈവ് വീഡിയോ കാണുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ഡ്യൂറേഷൻ പറയുന്നത് ചിലപ്പോൾ ഞാൻ 1 മണിക്കൂർ 1/4 മണിക്കൂറൊക്കെ ലൈവ് വീഡിയോസാണ് ഞാൻ പോവാറ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ആക്കുമല്ലോ. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈവ് വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോ പോലെയാവും. അതായത് യൂട്യൂബിനകത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പോലെയാവും ഈ ലൈവ് വീഡിയോവും. അങ്ങനെ ചെയ്തു വരുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ ലൈവ് വീഡിയോസ് പിന്നെ അധികം വ്യൂസ് ഒന്നും കിട്ടില്ല കേട്ടോ. കാരണം നമ്മളായാലും ഇപ്പോൾ ഒരാളുടെ ലൈവ് വീഡിയോസ് എടുത്ത് പിന്നീട് നോക്കാറില്ലല്ലോ. ലൈവിൽ പോയി നോക്കിയാലും ലൈവ് വീഡിയോസ് എടുത്തിട്ടൊന്നും നമ്മൾ പിന്നീട് നോക്കാറില്ല. കാരണം നമുക്ക് അങ്ങനെ ലൈവ് വീഡിയോസ് എടുത്ത് നോക്കുന്നതൊന്നും വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അതിനകത്ത് രസം തോന്നാറില്ല. എനിക്കും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ആൾക്കാർ അങ്ങനെയൊന്നും നോക്കാറില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇപ്പോൾ ഈ ഒരു ഒരാഴ്ചയായിട്ട് എൻ്റെ വീഡിയോസൊക്കെ നല്ലപോലെ ഡൗൺ ആണ് കേട്ടോ. അതായത് വ്യൂസ് കയറുന്നതൊക്കെ ഭയങ്കര ഡൗൺ ആയി. ഇപ്പോൾ എനിക്ക് 10, 20, 30 എന്താ പറയുക വ്യൂസ്, 10 വ്യൂസ് അങ്ങനെയൊക്കെ ആട്ടോ, 7 വ്യൂസ് 8 വ്യൂസ് അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്ന ഒരാളായിരുന്നേ. അപ്പോൾ വണ്ടീൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുന്ന ആളായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം ഇങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, പക്ഷെ അവരാരും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യാത്ത കാരണം എന്താ പറയുക, യൂട്യൂബ് തന്നെ അവരെ ആ ഒരു എന്താ വെച്ചാൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് അവർ നിർത്തിയ പോലെ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ആട്ടോ ഫീൽ ചെയ്തത്. കാരണം അവർ അങ്ങനെ സജസ്റ്റ് ചെയ്യാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും എന്താ പറയുക ബ്രൗഷർ ഫീച്ചറും അതുപോലെ സജഷൻ ഓപ്ഷനും ഒക്കെയാണ് ഇപ്പോഴും. അതിൽ തന്നെയാണ് എൻ്റെ വീഡിയോസ് എല്ലാം ഇപ്പോഴും പോകുന്നത്. പക്ഷെ എന്താ പറയുക, അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഇല്ല എൻ്റെ ചാനലിന്. ഇപ്പോൾ എൻ്റെ വീഡിയോസിന് എന്ന് വെച്ചാൽ അത്രയ്ക്കും സബ്സ്ക്രൈബേഴ്സൊന്നും ഇപ്പോൾ വരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്രയും വീഡിയോസ് നമുക്ക് പോകുമ്പോഴല്ലേ ഇങ്ങനെ. ഇപ്പം എൻ്റെ ഈ ഒരു ഇടയായിട്ട് ഞാനിപ്പം ഒരു ഏപ്രിലൊക്കെ ആട്ടോ ജനുവരിയിലൊക്കെ ആട്ടോ പിന്നെയും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പം ജനുവരിയിൽ ഇട്ട് തുടങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ അധികം ഐഡിയാസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ടിട്ടതാണ്, പിന്നെ എനിക്ക് ആ ഒരു ഐഡിയാസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ടത്തെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാട്ടോ. പിന്നെ എന്ന് വെച്ചാൽ അത് ഞാൻ ആ ഒരു സമയത്ത് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴാട്ടോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു തുടക്കത്തിൽ നമുക്ക് അങ്ങനെ ഐഡിയാസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പുതിയൊരു യൂട്യൂബറൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊന്നും കാര്യമായിട്ട് കയറാതായി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇനി യൂട്യൂബിൽ ലൈവ് പോകുന്നത് നിർത്താമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങനെ നമുക്ക് ലൈവ് പോയിട്ട് കാര്യമില്ല. കാരണം ലൈവ് പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിനകത്ത് അധികവും ജെൻസ് ആയിരിക്കും, പെണ്ണുങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ അതിനകത്ത് വരുന്ന ജെൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ നമ്മളോട് മാന്യമായ രീതിയിലായിരിക്കില്ല സംസാരിക്കുക. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഫാമിലിയിലേക്ക് ലീഡ് ചെയ്ത് പോകുമ്പം ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓരോരോ ബുദ്ധിമുട്ടിനുമാണ് ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പം നമുക്കത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ചിലപ്പം എൻ്റെ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് ബാഡ് കമൻറ്റുകളൊന്നും വന്നിട്ടില്ല. കാരണം ഞാനിപ്പം ലൈവ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഞാനിങ്ങനെ ലൈവ് വീഡിയോസ് ഇടുവാണെങ്കിൽ പോലും എന്താ പറയുക, അധികവും ഇതുപോലെ ഫാമിലിയൊക്കെ അടുത്തുള്ള ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഞാനിങ്ങനെ ലൈവ് വീഡിയോസ് ഒക്കെ ഇടുക. അപ്പോൾ കുഞ്ഞൊക്കെ ഉള്ള തൊട്ടടുത്തുണ്ടായിരിക്കും. പക്ഷെ അവരെൻ്റെ ലൈവിലിരിക്കില്ല, പക്ഷെ എന്നാലും നമ്മുടെ തൊട്ടടുത്തുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ലൈവൊക്കെ ഞാൻ ഇട്ടതും. പക്ഷേ പിന്നെ എനിക്ക് ആലോചിച്ചപ്പോൾ തോന്നി ഞാൻ ചെയ്തത് തെറ്റായി പോയി. കാരണം അങ്ങനെ ലൈവ് വീഡിയോസ് നമ്മൾ ഇപ്പം നല്ലൊരു റീച്ച് ആയിട്ടുള്ള ഒരു ചാനലൊക്കെയാണെങ്കിൽ നമുക്ക് ലൈവ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് നമ്മുടെ എന്ന് വെച്ചാൽ വ്യൂവേഴ്സ് തന്നെ ആയിരിക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കും വന്ന് കാണുന്നുണ്ടാവുക അല്ലേ. പക്ഷേ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ഒരാളിങ്ങനെ ലൈവ് വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നല്ലാതെ ഒരു യൂസ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. കാരണം ഇന്ന് ഞാൻ ഇതുപോലൊരു എന്താ പറയുക, നമ്മൾ ഇതുപോലെ ലൈവ് വീഡിയോസൊക്കെ ചെയ്യുമ്പം നമുക്ക് ഇതുപോലെ ഓരോ സജഷൻ വരും അല്ലേ, ഓരോ ചാനലിലേക്ക് സജഷൻ വരും. എന്ന് വെച്ചാൽ നമ്മളെ പോലെയൊക്കെയുള്ള ചാനലുകളുടെയൊക്കെ സജഷൻ കുറേ എൻ്റെ ഫോണിൽ ഇപ്പോൾ വരാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പോൾ ഒത്തിരി എന്താ പറയുക ഇങ്ങനെ സജഷനൊക്കെ വരാറുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കുറേ പുതിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലൈവ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറി. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ അല്ല മീൻസ് ഒരു ചാനലിനകത്ത് 44,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെ വീഡിയോസ് അത്യാവശ്യം കയറുന്നുണ്ട്. കാരണം അവരൊരു 3 വർഷം എന്തോ ആയി വീഡിയോസ് ഇടാൻ. 500 ചില വീഡിയോസിന് മാത്രം എന്താ പറയുക, അത് പണ്ട് റീച്ചായ കുറേ എന്ന് വെച്ചാൽ വീഡിയോസ് ഉണ്ട് അവരുടെ. ആ ഒരു വീഡിയോസ് മാത്രം ഇപ്പോഴും അങ്ങനെ റീച്ചായി കിടക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം 500, 600, 1000-ൻ്റെ താഴെ കേട്ടോ വ്യൂസ് എല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് നോക്കുമ്പോൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരാണ് ഒരുപാട് ഇഷ്ടം പോലെ ലൈവ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് വീഡിയോസും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അവരുടെ ഷോർട്ട് വീഡിയോസ് എന്താ പറയുക ഒന്നും അത്രയും റീച്ച് ആയിട്ടില്ല. എന്ന് വെച്ചാൽ വലിയ റീച്ചൊന്നും ആയിട്ടില്ല. ഒരു 7,000, 8,000 ആ ഒരു ലെവലിലാട്ടോ അവർക്ക് വ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും പെട്ടെന്ന് കയറിയൊന്നും വരില്ലല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈവ് വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. പക്ഷെ അങ്ങനെ ലൈവ് വീഡിയോസ് മാത്രം എടുത്തിട്ട് എന്താ പറയുക, അത് പിന്നീട് നമ്മുടെ വ്യൂവേഴ്സൊക്കെ എടുത്ത് കാണുവാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എടുത്ത് കാണുവാണെങ്കിൽ നമുക്ക് യൂസ് ഉണ്ടാവും. പക്ഷെ അല്ലാതെ എനിക്കൊരു യൂസ് ആയിട്ട് എനിക്കത് തോന്നിയില്ല. കാരണം എനിക്കെന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് എനിക്ക് എൻ്റെ വീഡിയോസ് കയറി പോകുന്ന കേട്ടോ എനിക്കിഷ്ടം. ഷോർട്ട് വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എന്ന് വെച്ചാൽ വലുതായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം എനിക്ക് മെയിനായിട്ട് എനിക്ക് എൻ്റെ വലിയ വീഡിയോസ്, അതായത് നമ്മൾ ഇടുന്ന വലിയ വീഡിയോസ് കയറി പോകുന്ന കേട്ടോ എനിക്ക് താല്പര്യം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വലിയ വീഡിയോസാണ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. ഷോർട്ട് വീഡിയോസും അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. കാരണം ഇപ്പോഴൊക്കെ ഷോർട്ട് വീഡിയോസും കൂടി ഇട്ട് കഴിഞ്ഞാലേ ചെറുതായിട്ട് അതിൻ്റെ ഒരു യൂസ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ വലിയ വീഡിയോസ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല, നമ്മളെ കുറച്ച് പേരെങ്കിലും അറിയണമെങ്കിൽ ഇതുപോലെ ഷോർട്ട് വീഡിയോസ് ഇടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പം ലൈവ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ നല്ലപോലെ ഇപ്പോൾ ഡൗൺ ആയി. എനിക്കപ്പം ഭയങ്കര സങ്കടമായി, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി തൊട്ട് ഞാൻ ലൈവ് വീഡിയോസ് എടുക്കുന്നത് ഞാൻ നിർത്തുവാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഇതുപോലെ ലൈവ് വീഡിയോസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലൊക്കെ ഒന്ന് കയറി നോക്കുക. നിങ്ങളുടെ ചാനൽ എത്ര റീച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. നിങ്ങൾക്ക് യൂസ് ആവുന്നുണ്ടോ. വെറുതെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കയറ്റിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കയറി വരുന്നതിനാണ് നമുക്ക് ഏറ്റവും യൂസ് ഉള്ളത് അല്ലേ. കാരണം നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടുന്നത് എന്തായാലും പൈസയ്ക്കൊക്കെ വേണ്ടി തന്നെയാണ്. നമ്മുടെ ഒരു എന്താ പറയുക വെറുതെ ഒരു കൗതുകത്തിൽ കയറി ഇടുന്നതൊന്നും അല്ലല്ലോ. നമ്മൾ പൈസയ്ക്കൊക്കെ വേണ്ടി തന്നെയാണ് ഇതിനകത്ത് വീഡിയോസും ലൈവ് വീഡിയോസും ഷോർട്സും എല്ലാം ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ നമുക്കത് യൂസ് ആണോ, അതായത് നമുക്ക് ആ ഒരു സബ്സ്ക്രൈബറെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പം ഷോർട്സിനകത്താണെങ്കിലും എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഷോർട്സ് വീഡിയോസ് മാത്രം കാണാനാണ് ഇഷ്ടം. അവർ നമ്മുടെ ലൈവ് എന്ന് വെച്ചാൽ വലിയ വീഡിയോസ് ഒന്നും എടുത്ത് കാണണമെന്നൊന്നുമില്ല. അവർ എന്ന് വെച്ചാൽ അവർ നമ്മുടെ ഷോർട്സൊക്കെ കാണുമായിരിക്കും, പക്ഷെ വലിയ വീഡിയോസ് ഒന്നും. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ലൈവ് വീഡിയോസ് ഒന്നും ചെയ്യുന്നതായിരിക്കില്ല കേട്ടോ. കാരണം ലൈവ് വീഡിയോസ് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്തായാലും യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല എൻ്റെ ചാനൽ പതുക്കെ റീച്ചായി വന്നതായിരുന്നു. റീച്ചായ ഒരു ചാനലിൽ ഞാൻ എന്താ പറയുക
കൊണ്ടുപോയിട്ട് തൊലച്ച പോലെയായി. ഇപ്പം എനിക്കതിൻ്റെ ആ ഒരു ഇതൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു വ്യൂസൊക്കെ കിട്ടുന്ന എല്ലാം പോയി. ഇനി ആദ്യം ഒന്ന് പൊടിതട്ടി എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് മാത്രം ഇട്ടിട്ട് നല്ലപോലെ റീച്ചാക്കി എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വീഡിയോസ് മാത്രമായിരുന്നു എൻ്റെ റീച്ച് ആയിക്കൊണ്ടിരുന്നത്. ഷോർട്സ് പോലും ഇത്രയും റീച്ച് ആവുമായിരുന്നില്ല. ഷോർട്സ് പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരുടെ ഷോർട്സും കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുക കോടികളൊക്കെ ആയിരിക്കും വ്യൂസ്. നമുക്ക് അങ്ങനത്തെയൊന്നും അത്രയും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും വരുമായിരുന്നില്ല. എനിക്ക് ഷോർട്സിനകത്താണെങ്കിലും 400 സംതിങ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കായിരുന്നു കേട്ടോ എൻ്റെ ഷോർട്ട് വീഡിയോസ് നന്നായി കയറി തുടങ്ങിയത്. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞപ്പം വീഡിയോസൊക്കെ നന്നായിട്ട്, അതായത് ഷോർട്ട് വീഡിയോസ് ഇപ്പോഴും കയറുന്നുണ്ട്, പക്ഷെ എന്നാലും വലിയ വീഡിയോസ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അത് മാത്രമല്ല പിന്നെ ഷോർട്സ് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ പാട്ടൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഇത്രയും ദിവസം ഷോർട്സ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി തൊട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം എനിക്ക് 1-2 ഇത് വന്നിട്ടുണ്ടായിരുന്നു, സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എന്തിനാണ് വെറുതെ നമുക്ക് ഒരു പുലിവാൽ ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ എൻ്റെ ഓൺ വോയിസുള്ള ഷോർട്സും അതുപോലെ വീഡിയോസും തന്നെയായിരിക്കും ചെയ്യുക. ഞാൻ ലൈവ് വീഡിയോസൊന്നും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ചാനലിലുള്ള കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അധികവും ഫാമിലി കണ്ടൻറ്റുകൾ തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ വീഡിയോസിൽ ചെയ്യുക. ഫാമിലി കണ്ടൻറ്റും അതുപോലെ പിന്നെ മോൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോസും. അതുപോലെ നമ്മളിവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മധ്യപ്രദേശിലാണ്. നമ്മളിവിടെ ഹസ്ബൻഡ് ഇവിടെ BSFിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ BSF ക്യാമ്പിലൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ ചാനലിൽ ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.